കണ്ണുനീരിൽ കുതിർന്ന വയനാടിന്റെ മണ്ണിൽ നിന്നാണ് ഈ ആഴ്ചത്തെ അമേരിക്കൻ ഡയലോഗ് ആരംഭിക്കുന്നത്. പാറ പോലെ പണിതുയർത്തിയ ബെയിലി പാലം നമുക്ക് കാണാം. അതെ, നമ്മുടെ പട്ടാളമാണ് ഈ ബെയിലി പാലം ഈ അടിയന്തര ഘട്ടത്തിൽ ഈ മണ്ണിൽ പണിതത്. പ്രളയകാലത്തും ഈ ഉരുൾപൊട്ടലിന്റെ സമയത്തുമെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, മലയാളികൾ ഒന്നാകുന്ന ഒരു നിമിഷം. അത് ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള മലയാളികളും ഒരു ദുരന്തഘട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് കേരളത്തോടൊപ്പമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അമേരിക്കൻ മലയാളികളുമുണ്ട്. ഈ ദുരന്തമുഖത്ത് എപ്പോഴും 24-ന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സജീവമായിട്ടുണ്ടായിരുന്നു, സുർജിത്ത്. ഇപ്പോഴും ഇവിടെ തന്നെയാണല്ലേ? ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു മാറ്റമില്ല. ഇവിടെ തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഭൂമിയുടെ 2 മുഖങ്ങളും കാണാൻ പറ്റി അല്ലേ? 24 മണിക്കൂറല്ല, ഒരു 10 മണിക്കൂറിന്റെ ഇടവേളയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. അന്ന് ജൂലൈ മാസം 29-ാം തീയതി ഇതുപോലെ മഴ, ഇതുപോലൊരു ചാറ്റൽ മഴ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇങ്ങനെ ഇവിടെ അസാധാരണമായിട്ട് പുഴ ഇങ്ങനെ കുത്തി ഒഴുകുന്നുണ്ട്. പുഴയിൽ ഇങ്ങനെ വെള്ളം ചുവന്ന നിറത്തിൽ ഒഴുകുന്നു. മലയിടിച്ചിലുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകൾ രാവിലെ മുതലേ വിളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടുന്ന് വേഗം ഇവിടേക്ക് പോന്നു. പറഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷം ഒരു സുഖലേമ തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ വന്നു. ഇവിടെ അന്ന് മറ്റേ പാലായിരുന്നു, ചൂരൽമലയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ആ പാലായിരുന്നു. അപ്പോൾ ഈ പാലത്തിന്റെ ഇവിടെ വന്നിറങ്ങിയത് ഞങ്ങൾ. പാലത്തിന്റെ ഈ ഭാഗത്ത് വന്നിറങ്ങി. ഇവിടെ കടകളുണ്ടായിരുന്നു, ആക്രിക്കട ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നുണ്ട്. ഭയങ്കര മഴയാണ്. സുർജിത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു അപകടം വരുന്ന ഒരു തോന്നലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ശരിക്കും ഭയം തോന്നിയത് മുകളിലേക്ക് പോയപ്പോഴാണ്. ഒരു അസ്വസ്ഥത മൊത്തത്തിലുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് അതിനുശേഷം അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഈ ബൈറ്റൊക്കെ എടുത്ത് ആളുകളുടെ പ്രതികരണമൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു അസാധാരണമായ മഴ, ആ മഴ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ തുള്ളിക്ക് കുടം എന്നൊക്കെ പറയില്ലേ നമ്മള്, അത് ശരിക്കും കണ്ടു. കാരണം ഒരു തുള്ളി വീഴുന്നത് കുടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഴയായിരുന്നു. അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആശങ്കയുണ്ട്. പുത്തുമലയിൽ ഇങ്ങനെ ഇതുപോലത്തെ അവസ്ഥയിൽ പുത്തുമലയിൽ സംഭവിച്ചത്. കൽപ്പറ്റ പോയിട്ട് രാത്രി നേരത്ത് ആകെ ഒരു അസ്വസ്ഥതയാണ്. നിങ്ങളെല്ലാം ഒരു അലേർട്ട് മോഡിലായിരുന്നു. മഴ ഉണ്ടായിരുന്നു, അത്രയും വലിയ മഴയായിരുന്നു. എന്തോ ഒരു സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു ഭീതി ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെ ഉള്ളിലും അതുണ്ടായിരുന്നു. രാവിലെ നേരത്ത് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയുള്ളൂ. കണ്ണിങ്ങനെ അടച്ച് വരുന്ന സമയത്താണ് പെട്ടെന്ന് രമേശ് ചൂരൽമല കോൾ ചെയ്യുന്നത്. എൻ്റെ കോള് വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അപകടം മണത്തു. വേഗം അറ്റൻഡ് ചെയ്ത വഴിക്ക് പറഞ്ഞു, സുഹൃത്തേട്ടാ ഉരുള് പൊട്ടി, ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഭയങ്കര മരണത്തെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്, വേഗം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. മുണ്ടക്കയില് അവസ്ഥ വളരെ ദയനീയാട്ടോ. നമ്മളെ റാജിക്ക് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ മണ്ണിന്റെ അടിയിലാണ്. പിന്നെ 2-3 പാടി പോയിട്ടുണ്ട്. മുണ്ടക്കൈ ടൗണ് പൊയ്ക്കണമെന്നൊരു സംശയമുണ്ട്. കാരണം മുണ്ടക്കൈ പള്ളിയുടെ ചുറ്റുമാണ് ഈ മണ്ണ് വന്ന് അറിഞ്ഞിരിക്കുന്നത്. ആ മുണ്ടക്കൈ ടൗണ് ഇതൊക്കെ പൊയ്ക്കണമെന്ന് സംശയമാണ്. അവർ ചെല്ലാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അവിടുന്ന് ഫയർഫോഴ്സ് എല്ലാ ആളുകളെയും വിളിച്ച് വേഗം അവിടുന്ന് പിന്നെ ചാടി ഇറങ്ങുകയാണ്. അതിലിടയ്ക്ക് ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ കുറെ മെസ്സേജുകൾ, വിലാപങ്ങളാണ് ഫുള്ള് കേൾക്കുന്നത് ആളുകളുടെ. അന്ന് വന്ന കുറെ മെസ്സേജുകളുണ്ട്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി, അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. ബഷീർഖാന്റെ വീടിന്റെ തൊട്ട് പുറകില് നൗഷീന്റെ അടുക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ടൗണിൽ കൂടെ വന്ന നൗഷീനെ രക്ഷിക്കോ. ഈ ലൊക്കേഷനിൽ വന്ന മെസ്സേജുകളാണ് ഇതൊക്കെ. ഇങ്ങനെ രക്ഷിക്കുക. പിന്നീട് പലരെയും കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഇതൊരു ഉദാഹരണം കാണില്ല. ഇങ്ങനെ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. മാത്രമല്ല പല ആളുകളും ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം, ചില മെസ്സേജുകളാണ് ഞാൻ കാണിച്ചത്. ഫേസിലുള്ള ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ മാറി നിന്നിരുന്നു. അവരെ കൂടി അവസാനത്തെ ഉരുൾപൊട്ടൽ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഞങ്ങൾ ഈ ജംഗ്ഷനിലുണ്ട്. ഞങ്ങൾ ഭയമുണ്ടായിരുന്നു. ഭയം എന്ന് പറഞ്ഞാല് ഭയമല്ല, ഒരു തരം മരവിപ്പായിരുന്നു. മരവിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല, വിട്ടുമാറിയിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ അതിന്റെ ഒരു ഫീല് ഇപ്പോഴും വിട്ടുമാറി. അപ്പം നിങ്ങൾ ഇവിടെ രാത്രി എത്തുമ്പോൾ ആൾക്കാരെ രക്ഷപ്പെടുത്താനൊക്കെ സാധിച്ചായിരുന്നോ? രാത്രി എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു 4 മണിയോട്ട് നമ്മൾ എത്തണം അവിടെ. അപ്പൊ അങ്ങനെ മഴ ഇടവിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. നല്ല മഴ ഇടവിട്ട് ഇങ്ങനെ പെയ്യാ. അപ്പോൾ അപ്പോഴും ഇതിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പോഴും ഇതിന്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല, എത്ര ഭീകരത ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയിട്ട് അപ്പോഴേക്ക് ലൈവ് തുടങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അതിലിടയ്ക്കാണ് രമേശ് വീണ്ടും വിളിക്കണേ. രമേശ് വിളിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തേട്ടാ ഞങ്ങൾ മരണത്തെ മുഖാമുഖം കാണുകയാണ്, വീണ്ടും ഉരുൾപൊട്ടി മുണ്ടക്കയിൽ, ഞങ്ങളൊക്കെ ഇവിടെ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടുത്തി ചേട്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിക്കുക. അത് ആ വിളി വന്നോട്ട് നമ്മളാകെ പെട്ടു. കാരണം അത് കാണുന്ന സീൻ ഇങ്ങനെയല്ല, ഫുള്ള് ചളിയാണ്. അവിടെ എത്തുന്നവരെ ഈ ചൂരന്മല ജംഗ്ഷൻ മൊത്തം ചെളി നിറഞ്ഞിട്ടുള്ളൊരു ഭീകരമായ അന്തരീക്ഷം. തീരെ തിരക്കായിരുന്നു. കാരണം ഒന്ന് ആംബുലൻസുകളുടെ ബഹളം, ഫയർഫോഴ്സ്, മറ്റ് സംവിധാനങ്ങൾ, സർക്കാരിന്റെ സംവിധാനങ്ങൾ, ഇവരൊക്കെ അവിടെ ഓടിയെത്തി. പോലീസ്, എല്ലാ സംവിധാനങ്ങളും എത്തി. എന്നിട്ട് അവസാനം രാവിലെയാണ് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലായത്. രാവിലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശരിക്കും ഈ രാത്രി ഉരുൾപൊട്ടിയത് കൊണ്ട് കുട്ടികൾ ശരിക്കും രക്ഷപ്പെട്ടുവല്ലേ? എന്താ വെച്ചാല് അന്ന് വലിയ ദുരന്തത്തിൽ നിന്ന് ഒരുപക്ഷെ പ്രകൃതി അത്രയും കുട്ടികളെ ഇഷ്ടപ്പെട്ടായിരിക്കും അവരെ മാറ്റി നിർത്തി. പകൽ എന്നാലും കുട്ടികളുടെ മരണസംഖ്യ എന്നൊക്കെ പറയുമ്പോൾ 50-ലേറെ. കുട്ടികളുടെ ബെസ്റ്റിയായിരുന്നു ഉണ്ണിമാഷ്. കുട്ടികളെ അവരിലൊരാളായി തന്നെ കണ്ടു സ്നേഹിച്ച പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷിനോട് സ്കൂളിലേക്ക് വരണ്ടെന്ന് മറ്റധ്യാപകർ പറഞ്ഞിരുന്നു. മാഷിനത് താങ്ങാനാവില്ല. 4 ദിവസം പിടിച്ചു നിന്നു. 5-ാം ദിനം മാഷ് സ്കൂളിലേക്കെത്തി. നെഞ്ചു തകർന്നിരിക്കണം. ഇവിടൊക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള്, ഒരുപാട്. അതിനെല്ലാം കിട്ടി. ഈ വിവരങ്ങൾ പുറത്തു വന്ന വിവരങ്ങളല്ല, അതിനേക്കാൾ വ്യാപ്തി മരണസംഖ്യ ഉണ്ട്, കണക്കിൽ പെടാത്ത ആളുകളുണ്ട്. അതൊക്കെ ഉറപ്പാണ്. കാരണം വെച്ചാൽ അത്രമാത്രം മരണസംഖ്യ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതല്ല ദുരന്തത്തിന്റെ ഒരു ചിത്രം മനസ്സിലായത് രാവിലെ വെള്ളാർമല റോട്ടിൽ കൂടെ നടന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഞങ്ങൾ എത്തിയപ്പോഴാണ് ഈ വെള്ളാർമല സ്കൂള് കാണാനില്ല എന്ന് അപ്പൊ തന്നെ അതിന്റെ ഒരു അവസ്ഥ മനസ്സിലായി. കാരണം മുണ്ടക്കൈ ജംഗ്ഷനിൽ പള്ളിയുടെ അടുത്തേക്ക് ഒരു കൂറ്റം പാറ വന്ന് കിടക്കണമെങ്കിൽ എത്രമാത്രം അളവിൽ വെള്ളം വന്നിട്ടുണ്ടാവും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഈ ദുരന്തമുഖത്ത് ഒരുപാട് ആൾക്കാർ സഹായമായിട്ടൊക്കെ എത്തിയല്ലോ. തീർച്ചയായും. ഇപ്പം ഞാനിവിടെ വന്ന് കാണുമ്പോൾ തന്നെ വളരെ വിജനമായ ശ്മശാന മൂകതയോടുകൂടിയുള്ള ഒരു പ്രദേശം. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് തുടങ്ങി എന്ന് പറയാൻ കഴിയില്ല മധുട്ടാ. കാരണം ഇപ്പൊ ചിലവരുടെ സ്ഥാപനങ്ങൾ പോയി, കടകൾ പോയി, അങ്ങനെ പലതും പോയിട്ടുള്ള അവസ്ഥ ഉണ്ട്. അങ്ങനെയാണ് സ്ഥിതി. അപ്പം നമുക്ക് ഒരു മിനിറ്റ്, ഇദ്ദേഹം വാസു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ തലേ ദിവസം ഈ ദുരന്തം ഉണ്ടാവേണ്ട തലേ ദിവസം ഇവിടെ എത്തിയ ഘട്ടത്തില് അവിടെ ആ പാലത്തിന്റെ അടുത്ത് ആക്രിക്കടയാണ്. ആക്രി കച്ചവടം നടത്തുന്ന ഒരാളാണ്. കട പോയല്ലേ? 3 കട പോയി. പിന്നെ ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു, അതും പോയി. അന്ന് പിന്നെ തലേ ദിവസം 24-ന്റെ റിപ്പോർട്ടും പിന്നെ ക്യാമറമാനും വന്ന സമയത്ത് അമ്പലത്തിൻ്റെ അപ്പുറത്ത് വലിയൊരു മരം കടവഴി വീണിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അവർ അത് പോയിട്ട് എടുക്കുക ചെയ്തു. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ കച്ചവടം ചെയ്യുമ്പോൾ ഞാനൊരു 7 സാധാരണ ഗതിയിൽ 8:30 മണിക്കാണ് ഞാൻ പോക്ക് വീട്ടിലേക്ക്. അന്ന് നല്ല മഴ കാരണം ഞാൻ 7:30 തന്നെ അടച്ചു പോയി. അപ്പോൾ അടച്ചു പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ ഇമ്പ്രാന്തിരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ലത പ്രസാദം ഉണ്ടോ, കൊണ്ടുപോയിക്കോന്ന്. അങ്ങനെ ഞാൻ ആ പ്രസാദം മേടിച്ചിട്ട് വീട്ടിൽ പോയി. ഞങ്ങൾ 3 ആൾ, അത് ചെറിയ മോൾക്ക് തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ മോൾ തിന്നില്ല. ഞങ്ങൾ 3 ആളും അത് കഴിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. കടയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, കച്ചവടമൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം കൽപ്പറ്റ നാസർക്കാന്ന് പറഞ്ഞ ആൾക്കാണ് പിന്നെ സാധനങ്ങളൊക്കെ പഴയത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് 1-2 ലോഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പിന്നെ രവി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി അധികമുള്ള സമയത്ത് വന്ന് ചെയ്യുമായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ ഭാര്യ, ഞാൻ, പിന്നെ 2 കുട്ടികൾ. ഒരാൾ പിന്നെ ബത്തേരി സെൻറ്റ് മേരീസിൽ പഠിക്കുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം ഞങ്ങൾ 4 ഫോൺ നഷ്ടപ്പെട്ട സമയത്ത് ആ സെൻറ്റ് മേരീസിൻ്റെ അധ്യാപകർ വന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഫോൺ മേടിച്ച് തന്നത് സെൻറ്റ് മേരീസ് കോളേജിലത്തെ അവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ നമ്പറാണ് ഞങ്ങൾ എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ക്യാമ്പിൽ ഇരുന്നപ്പോൾ 2 ഫോൺ കിട്ടി. ഇപ്പോൾ ഒരു ഫോണും കൂടെ വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4 ഫോണായി. പക്ഷേ പഴയ നമ്പറുകളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വിളിക്കാനോ പറ്റാത്തൊരു പരിസ്ഥിതി ആയിട്ടുണ്ടായിരുന്നു. വിളിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതിന് ശേഷമാണ് കോണ്ടാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റിയത്.
അത് കടയിലാണെങ്കിൽ ഞാൻ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. അത് വണ്ടിയില്ലാത്തത് കാരണം എനിക്കൊരു ആപ്പ ഗുഡ്സ് ഉണ്ടായിരുന്നു. ആ വണ്ടി മൊത്തത്തിൽ ഇതായി പോയിരിക്കുകയാണ്. പിന്നെ നഷ്ടപ്പെട്ടില്ല, വണ്ടി റോഡ് സൈഡിൽ. ഞങ്ങളൊരു ഓട്ടോ വാങ്ങിച്ചു തന്നാല് വലിയ ഉപകാരമാകും. കാരണം എൻ്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കണമെങ്കിലും എൻ്റെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഭാര്യ എസ്റ്റേറ്റിൽ വനറാണി എസ്റ്റേറ്റിൽ പണിയായിരുന്നു. ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ വാടകയായത് കാരണം. ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്, പ്രയാസമുണ്ട്. പിന്നെ പറഞ്ഞാൽ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമീണ ബാങ്കിൽ നിന്ന് തന്നെ ഞങ്ങൾ പിന്നെ 1,60,000 റുപ്യ പണയം വെച്ചിട്ട്, ഈ സ്ഥലം പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1,34,000 റുപ്യേൻ്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ട്. അടുത്ത വീട്ടിലത്തെ ഒരു പിന്നെ യൂസഫ് എന്ന് പറയും, അവരെ ഒരു പണ്ടം 65,000 റുപ്യക്ക് പെണ്ണുങ്ങളും വെച്ചിട്ടുണ്ട്. ഇത്രയും ബാധ്യതയുണ്ട്. പിന്നെ വണ്ടിക്ക് 5,500 റുപ്യ എനിക്ക് അടയ്ക്കണം ഒരു മാസം. അത് പിന്നെ ബജാജ് കൈനാട്ടിയാണ് അത് അടയ്ക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഞങ്ങള് ഒരു പുതിയൊരു ഓട്ടോ വാങ്ങിച്ചു തരാം കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഒരു ക്ലീൻ സ്ലേറ്റിൽ 1 പറഞ്ഞ് തുടങ്ങി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇത് ഈ ഒരു ദുരന്തം മുഖം മനസ്സിൽ നിന്ന് മായത്തില്ലെന്നറിയാം. എന്നിരുന്നാൽ തന്നെ നമ്മൾ പിന്നെ ഒരു നഷ്ടബോധം അങ്ങനെ ആഴത്തിൽ ചിന്തിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറി വരണം, പിടിച്ചിരിക്കണം. അധ്വാനിക്കാൻ യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എനിക്ക് കഴിയാത്ത ഞാൻ വേറെ ആളെ വെച്ചിട്ടൊക്കെ ചെയ്യിക്കും. കാരണം എന്താ പറയുക, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ല, ഒന്നും തൊട്ട് തുടങ്ങണം. ഇപ്പം ഒരു കാര്യം ആലോചിക്കണം. ഇപ്പം ഈ സ്ഥലത്ത് എത്രയോ ആൾക്കാർക്ക് അവരുടെ കൂടപ്പുറപ്പുകളെ നഷ്ടപ്പെട്ടു. 6 പേരൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ. എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുനിന്ന് പോയ വീടുകളും പോയത് ഞാൻ ഇപ്പം അവിടെ ഇരുന്നിട്ട് എഴുതി. എൻ്റെ അടുത്ത് ചുറ്റുവട്ടം എൻ്റെ അയൽവാസികൾ പോയതാ. ഇത്രയും പേര് വീട് നഷ്ടപ്പെട്ടവരാണ്. ഇതിൽ ഭാര്യ പോയിട്ടുണ്ട്. ശ്രീനേട്ടനും ശ്രീനേട്ടൻ്റെ മോനും നഷ്ടപ്പെട്ടു. വേണു രക്ഷപ്പെട്ടു, ഞങ്ങളെ കൂടെയായിരുന്നു. അഷറപ്പ് പോയി നല്ലെന്ന് അയാൾ മോളെ എന്നെ ബസ്സിൽ നിന്ന് കണ്ടിട്ട് പിടിച്ചിട്ട് വാസോട്ടാന്ന്. എനിക്ക് എങ്ങനെയാണ് അതിനെ സമാധാനിപ്പിക്കാൻ പറയാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും പോയി. അതിൻ്റെ മോനുണ്ട്. പിന്നെ മോഹനേട്ടൻ ഭാര്യയും ഭർത്താവും പോയി. ഇത് പിന്നെ മോഹനേട്ടൻ്റെ പിന്നെ മോനുമുണ്ട്. പിന്നെ മോൻ്റെ ഭാര്യയുണ്ട്. അവർ ഞങ്ങളെ കൊടുത്തു, മോൻ്റെ ഭാര്യയും കുട്ടിയും. പിന്നെ രവി അത് താമസമല്ല, വീട് പോയി. അവരത് മുത്തലി മാറി താമസിച്ചത് കൊണ്ട് അവർ പിന്നെ രക്ഷപ്പെട്ട്. മുരുകൻ ഭാര്യയും ഭർത്താവും ഒരു മോനും പോയി. ഇത് പിന്നെ ഔസഫച്ചറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നത് 30 പേര്. ആ വീടുണ്ടായിരുന്നു, അത് സ്കൂൾ റോഡിലാണ്. അതിൽ 5 ആൾ പോയി. ഇതെന്ന് ഞങ്ങൾ 25 ആളാണ് രക്ഷപ്പെട്ടത്. അത് ഭയങ്കര വേദന ഉള്ളൊരു കാര്യമായിരുന്നു. വീട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് വീടല്ല, ഇത് എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള വീടുകളാണ് ഇത്രയും. പിന്നെ ഗുരുമല്ലൻ അവർ പോയി. മോള് മാത്രമേ ഉള്ളൂ. ഗുരുമല്ലൻ പോയി, ഭാര്യ പോയി, അപ്പനും പോയി, അപ്പൻ്റെ ഭാര്യ പോയി, അപ്പൻ്റെ കുട്ടി പോയി. പിന്നെ ശിവണ്ണൻ്റെ പിന്നെ ഭാര്യ പോയി. അത് മുൻ മെമ്പറായിരുന്നു ഇവിടുത്തെ, സബിത എന്ന് പറയും. അത് പോയി. ഭർത്താവ് പോയി. ഇവരൊക്കെ അടുത്തടുത്ത് വീടായിരുന്നു. പിന്നെ രാജെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ടുള്ളൂ അവരിവിടെ വന്നിട്ട്. രത്തിനിയും രാജനും അവരും നഷ്ടപ്പെട്ട്. ഈ സ്കൂളിലെ കുട്ടികളെയൊക്കെ പരിചയം ഉണ്ടായിരുന്നോ? കടയിലൊക്കെ വരും, മുട്ടായി മേടിക്കും. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ച് എല്ലാവരും പല വഴിക്കായതുകൊണ്ട് അറിയില്ല. ഇന്നിപ്പോൾ ഞാൻ ആ കുട്ടീനെ കണ്ടില്ലേ, പിന്നെ അഷറഫ്ഖാൻ്റെ. അത് തന്നെ ഞാൻ ഈ പ്രളയം കഴിഞ്ഞിട്ട് ആദ്യം കാണാം. എൻ്റെ വീട്ടിൻ്റെ നേരെ മുൻഭാഗത്തുള്ള വീടാണ് അവരുത്. ആ കുട്ടീൻ്റെ സങ്കടം തീർത്താൽ തീരൂല. അതിന് വാക്കുകളില്ല, എനിക്കും പറയാനില്ല, അതിനും പറയാനില്ല. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കോട്ട് വന്നു. അപ്പം വാസേട്ടൻ സമാധാനമായിട്ടിരിക്കുക. നമ്മൾ ഓട്ടോ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ വഴികളിൽ കൂടെ ആ ഓട്ടോ ഓടണം. അത് നമ്മൾ ഈ ജീവിതം തിരിച്ചു പിടിച്ചതിന്റെ ഒരു സിമ്പിളായിട്ട് തന്നെ ആയിരിക്കണം ആ ഓട്ടോ. ആയിക്കോട്ടെ കേട്ടോ. ചേച്ചി എന്താ ഇവിടെ കുറെ നേരമായി ഞാൻ ഇങ്ങനെ കാണുന്നു, അവിടെ ഇവിടെ എല്ലാം നോക്കുന്നു. ചേച്ചിക്ക് പറയാൻ ഒത്തിരി അധികം ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടും നിങ്ങൾക്ക് എന്നെ ശ്രവിക്കാനുള്ള സമയമുള്ളത് കൊണ്ടും ചേച്ചി അത് തുറന്നു പറയാതെ നിവർത്തിയില്ല. 30-ാം തീയതി
ചേച്ചിയുടെ പേര് ജോസഫൈൻ ആന്റണി. ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പേരാമംഗലം മനപ്പടി എന്ന് പറയുന്ന അസോസിയേഷനിൽ താമസിക്കുന്ന സഹോദരിയാണ്. ഞാൻ 30-ാം തീയതി രാവിലെ TV തുറന്നപ്പോൾ 24-ന്റെ വലിയൊരു വാർത്തയാണ് കണ്ടത്. എനിക്ക് പെട്ടെന്ന് ഞാനൊരു ഷോക്കായി കാരണം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ 15 ദിവസവും ഞാൻ രാവിലെ 8:30 മണിക്ക് TV ഓണാക്കിയ രാത്രി 11 മണി വരെ ഞാൻ TV ഓഫാക്കില്ല. അതിന് ഞാൻ മാനസികമായി ഒത്തിരി വിഷമിച്ചു പോയി. എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, എൻ്റെ ബന്ധുക്കളില്ല, ആരുമില്ല. പക്ഷേ എൻ്റെ സഹോദരങ്ങളാണ് ഇവരെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുള്ളത് കൊണ്ട് എനിക്ക് ഇവിടേക്ക് എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഉണ്ടായത്. പക്ഷേ എൻ്റെ ആ അവസ്ഥയിൽ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. പെട്ടെന്ന് ചുമ പിടിച്ചു. ചുമ കുറയാതെ വരാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 30 ദിവസം ഞാൻ കാത്തിരുന്നു റെസ്റ്റ് ചെയ്തിട്ട്. കാരണം ഇവിടേക്ക് ഇനി എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, ശരിക്കും ഉറങ്ങാൻ കഴിയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. 30-ാം തീയതി ഞാൻ അവിടുന്ന് ബത്തേരിക്ക് വണ്ടി കയറി. ബത്തേരിയിൽ ഒരു ദിവസം അവിടെ തങ്ങി, അവിടെ ഒരു വീട്ടിൽ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ മുഴുവൻ നടന്നു കണ്ടു. മനസ്സിനൊരു ധൈര്യം കിട്ടി. അങ്ങനെ ഞാൻ പല വീഡിയോകൾ കാണുമ്പോൾ എൻ്റെ വിചാരം ഒരുപാട് ലോകം മുഴുവൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഈശ്വരൻ എനിക്ക് സമാധാനം തന്നത് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് സമാധാനിച്ചത്. ഞാൻ ഇത്ര ദിവസം ഉറങ്ങാതിരുന്നതും വിഷമിച്ചതും ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ സമാധാനമായി. പക്ഷേ ഞാൻ സാറുമാരായിട്ട് വളരെ അടുപ്പായി, പോലീസുകാരായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചിയുടെ ആഗ്രഹം ഞങ്ങൾ സാധിപ്പിക്കും, ഞങ്ങൾ കൊണ്ടുപോകും, പുഞ്ചിരിമറ്റത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ഞാൻ ഇവരോട് കൂടി ഈ ദിവസങ്ങൾ മുഴുവൻ ഉണ്ട്. 4 ദിവസം മുമ്പ് സാറുമാർ പറഞ്ഞു ഇന്ന് പോകാൻ ചേച്ചിയെന്ന് പറഞ്ഞു. എന്നെ അവിടെ വരെ കൊണ്ടുപോയി. ഒരു സ്ത്രീ 69.5 വയസ്സിൽ പുഞ്ചിരിമട്ടം കയറിയിട്ടുണ്ടാവില്ല ഈ ഞാനല്ലാണ്ട്. സത്യമായ വാക്കാണത്. ഇങ്ങനെ ഒരു മനസ്സും ഇത്രയും ഇവർക്ക് ഒരു സമാധാനം കൊടുക്കാനും അത് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നും ഈ വയനാടിൻ്റെ മുഖം ഓർക്കുമ്പോൾ ചേച്ചിയുടെ മുഖം നമ്മുടെ മനസ്സിൽ മാറാതെ കാണും. അതിലൊരു സത്യമായ ഒരു വാക്കുകൾ കൂടിയുണ്ട്. ചേച്ചി 51 വർഷത്തെയാണ് വിവാഹം കഴിഞ്ഞിട്ട്. 12 വർഷമാണ് ഭർത്താവായിട്ട് ജീവിച്ചത്. 12ാമത്തെ വർഷം 10 വർഷം കഴിഞ്ഞപ്പോൾ ആൾക്ക് ബ്ലഡ് ക്യാൻസർ വന്നു. അദ്ദേഹം 1955 ആള് പോയി. അപ്പോൾ എനിക്ക് 2 കൊച്ചു കുട്ടികൾ തന്നിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. എനിക്ക് ഒരു തിരിച്ചറിവില്ലാത്തൊരു പ്രായം, 27 വയസ്സ്. ആരുടെ കയ്യിൽ നിന്ന് ഒരു സഹായം കിട്ടാനോ ഒന്നുമില്ല. എല്ലാവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ ഭർത്താവിന് അന്ന് ബാങ്കിൽ ജോലിയായിരുന്നു. അന്നത്തെ കാലം 40 വർഷം മുമ്പ് അന്നൊക്കെ ബാങ്കിൽ ശമ്പളം കുറവാണ്. അപ്പോൾ അന്നത്തെ വരുമാനം വെച്ച് ഞങ്ങൾ വളർന്നു പോയി. പക്ഷേ പുള്ളി മരിച്ചപ്പോൾ ഞാനൊരു അനാഥയായി മാറിയായി. പക്ഷെ എനിക്ക് ബാങ്കിൻ്റെ യൂണിയൻ്റെ കഴിവുകൊണ്ട് 3.5 മാസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്കൊരു ജോലി കിട്ടി. അത് എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് സാധിച്ചു. എൻ്റെ മക്കളിൽ 2 പേരുടെയും 2 പെൺമക്കളാണ്. 2 പേര് മാരേജ് കഴിച്ച് അയച്ചു. മൂത്ത മോൾക്ക് 2 കുട്ടികൾ. അവർ വിദേശത്ത് സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. ചെറിയ മോൾക്ക് ഒരു മോളുണ്ട്. അവർ അബുദാബിയിലായിരുന്നു, അവരിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ജീവിതമാണ് ചേച്ചിയുടെ മാറ്റിമറിച്ചത്. ഹസ്ബൻഡ് മരിക്കുന്ന സമയത്തിന് മുമ്പ് അവരുടെ ബാങ്കിൽ നിന്ന് എനിക്ക് ഒരുപാട് സഹകരണം കിട്ടി. പൈസ കൊണ്ടും ബ്ലഡ് കയറ്റാനും എല്ലാം. ഞാൻ ഒന്നിനും ഇറങ്ങി തിരിച്ചിട്ടില്ല, കാരണം എനിക്ക് തിരിച്ചറിവായിട്ടില്ല. അന്നെല്ലാം സഹായിച്ചതിന് അന്ന് ഞാൻ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തു. എൻ്റെ കൊച്ചുമക്കൾ വളർന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ഈശ്വരൻ തന്ന ഒന്നുകിൽ വൃക്ക കാരണം കാണുക എന്ന് മാത്രമാണ് അന്നത്തെ മീറ്റിങ്ങിൽ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നടന്നു വരുമ്പോൾ ശ്രീകണ്ഠ സാർ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞാൽ ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. ആ മൈക്ക് എനിക്ക് തന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് മുഖം കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ഒന്ന് സാറിനെ കാണുക, എൻ്റെ ഇഷ്ടത്തിനൊന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മൈക്ക് എനിക്ക് തന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ വാങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ പേരാമംഗലം മനപ്പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചൂരൽമല കാണാനോ ഉരുൾപൊട്ടിയത് കാണാനോ കണ്ടിട്ട് തിരിച്ചു പോകാനല്ല. ഞാനിവിടെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. എന്നെക്കൊണ്ട് എന്ത് സാധിക്കും, എന്തും സാധിക്കും എന്നല്ല, എന്തും സാധിക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനത് ചെയ്ത് തീർത്തട്ടെ ഇവിടുന്ന് പോകും. ഈശ്വരൻ എനിക്ക് ആരോഗ്യം തരണം. ചേച്ചി ഇപ്പൊ ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ കാര്യം പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ന്യൂജേഴ്സിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത്
കുറേ പ്രായമായ ചേച്ചിയുടെ പ്രായമുള്ള കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ന്യൂ അഡൽട്ട് ഹോം എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഫിലഡൽഫിയിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മധു ഒന്ന് നിർബന്ധമായിട്ട് വരണം. ഞാൻ അവിടെ ചെന്നപ്പോഴും അവരെന്നോട് പറഞ്ഞത് അവർക്കും ഈ വയനാടിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാകണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അത് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് നുള്ളിപ്പറക്കിയ ഒരു തുക എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുക. അത് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ കയ്യിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വയനാടിനെ തിരിച്ചു പിടിക്കുമ്പോൾ ആ തുകയും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വേണം. നിങ്ങൾ ഈ വയനാടിന്റെ കണ്ണീരൊപ്പാൻ 24 ന്യൂസിന്റെ ശ്രീകണ്ഠൻ നായർ സാറിന്റെയും ആ വിശ്വാസ്യതയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. കൽപ്പറ്റയിൽ അവരൊരു സമ്മേളനം നടത്തിയിരുന്നു 24. അതിൻ്റെ അകത്ത് ദുരന്തബാധിത പ്രദേശത്തുള്ള ശേഷിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്യുമെന്നുള്ള അവിടെ ഒരു ദൃഢപ്രതിജ്ഞയെടുത്തു. എത്രയോ, കാരണം അതിനെപ്പറ്റി ചിന്തിച്ചാൽ എത്രയോ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ചാനലുകളിൽ ഇന്ന് ഇതുപോലുള്ള സഹായ ഹസ്തങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള ചാനൽ ഇന്ന് 24 എന്ന ചാനലാണ്. അതുകൊണ്ട് അതിന്റെ അമരത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിനെയും അതുപോലെ തന്നെ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും ഇതുപോലുള്ള മധു കൊട്ടാരക്കരെ പോലെയുള്ളവരെയും ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഒരുപാട് ചാനലുകൾ, ദൂരദർശൻ ഒത്തിരി ചാനലുകൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് 24 ചാനൽ. SKN എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിനോട് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എറണാകുളത്തൂടെ ഇത്രയും വളർന്ന് ഈ ചാനൽ എത്തിയതിൽ വളരെയധികം സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്തരാത്മാവിൽ നിന്നുള്ള സന്തോഷമാണ്. എല്ലാവരോടും പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിൽ SKN മധുക്കൊട്ടാരക്കര ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ ചെറിയ തുക അർഹതപ്പെട്ടവരെ ഏൽപ്പിക്കണം എന്ന് മാത്രം. ഇത്രയും നല്ല കാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എല്ലാവരും ഇതിൽ സഹകരിച്ചു ആത്മാർത്ഥമായിട്ട്. ഞങ്ങളുടെ ഈ സംഭാവന പാവപ്പെട്ട വിലയുടെ ചില്ലിക്കാശ് പോലെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഫിലഡൽഫിയയിലുള്ള ന്യൂ ഹോപ്പ് അഡൽട്ട് ഡേ കെയറിലെ വളരെ പ്രായം ചെന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ അവരുടെ ചെറിയ നുള്ളിപ്പറക്കിയ പൈസ നമുക്ക് തരുന്നു. വളരെ സന്തോഷം. വയനാട്ടുള്ളവർക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ ഒരു ഇതൊരു കിഴിയാണ്. ഓക്കെ, ഈ പണക്കിഴി നമ്മൾ വിശ്വാസയോഗ്യമായിട്ട് ഏറ്റുവാങ്ങുന്നു. ഇപ്പോൾ 2 ലക്ഷം രൂപയുണ്ട് ഇതിന്. മധു കൊട്ടാരക്കരയാണ് കൈമാറിയത്. ഫിലാഡൽഫിയയിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ മലയാളി സുഹൃത്തുക്കൾ, അമേരിക്കൻ മലയാളികൾ വളരെ അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ സമാഹരിച്ച ഈ പണം വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇതെന്റെ വാക്ക്. ഒരു വിധവയുടെ ചില്ലിക്കാശാണ് ബൈബിളിൽ പറഞ്ഞുള്ളത്. ചേച്ചി അതും കൊണ്ടാണ് വന്നിരിക്കണേ. എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കത് പോരാ എന്ന് തോന്നുന്നു. ഞാനൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പരിപാടി ഇവിടെ പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ സാറുമാരിയ്ക്കുന്ന സ്ഥലത്തോ വെച്ചിട്ട് ഒരു ചെറിയ മീറ്റിംഗ് കൂടി. ആർക്കാണ് അർഹത കെട്ടുന്നത്? ചേച്ചി വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് 8:30 മണിക്ക് ഇറങ്ങിയതാ. ഇപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത്. കാരണം ഇവിടെയൊക്കെ ഫോൺ നമ്പർ അന്വേഷിച്ചിട്ട് ബാങ്കുകളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരെ കണ്ട് നടക്കണം, അലഞ്ഞു നടക്കണം. സന്തോഷമാണ് എനിക്ക്. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു ആ സന്തോഷം എനിക്ക് ഇരട്ടിക്കാണ്. അപ്പോൾ ഇവിടെ സാറുമാരായിട്ട് സംസാരിക്കും, പറയും ചേച്ചിയുടെ ഈ ദൗത്യം നിർത്തരുത്. ചേച്ചിക്ക് ആരോഗ്യമുണ്ട്, ചേച്ചിക്ക് 70 വയസ്സാവാറെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈശ്വരൻ നന്മ തന്നിട്ടുണ്ട്. അതിലൂടെയാണ് ഈ വൃക്കദാനം ചെയ്തതും. അതേപോലെ മക്കൾക്ക് വേണ്ടി എന്നും ജീവിക്കുന്ന പോലെ തന്നെ ഈ നാടിന് വേണ്ടി തൃശ്ശൂരിന്ന് ഇവിടെ വന്ന് 30-ാം തീയതി ഒരുപാട് നന്മ. നമ്മളുടെ ഇവിടെ എത്തിയ ഈ പറഞ്ഞ റെസ്ക്യൂ ടീമിലുള്ളവരൊക്കെ ഈ പരിസരത്തൊക്കെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് നമുക്ക് അവരിങ്ങോട്ടേക്ക് വിളിക്കാനും പറ്റില്ല, കൊണ്ടുവരാനും പറ്റില്ല, എത്താനും പറ്റില്ലായിരുന്നു. കാരണം റോഡൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം അത് ഒന്ന് വെളിച്ചം വീണ് കിട്ടണം. നേരം വെളുത്ത് ഉള്ള വെളിച്ചത്തിലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. പിന്നെ അപ്പോൾ
അപ്പോഴൊന്നും ഒരാൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആ ടൈമിനൊന്നും നമ്മളുടെ അറിവിൽ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് അതിശക്തമായിട്ട് ഈ പറഞ്ഞ ഭയങ്കര ശബ്ദത്തിൽ ഇത് വരുന്നത്. അപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ശബ്ദമൊന്നും കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കാലൊന്നും വെച്ചോടത്തുനിന്ന് പൊന്തിക്കാൻ പറ്റില്ല. അത്രയും അറിയില്ലേ, ഇത്രയും വലിയ പാറകളും മരങ്ങളൊക്കെ കൂട്ടിയിടിച്ച് ഇതിലാണ് ഇത് വരുന്നത്. ഈ നാട്ടിലും അത് തന്നെ, ഒരാളെ കാണാൻ പറ്റില്ല, ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു നഷ്ടമില്ലാത്ത ഒരാൾ പോലും ഈ പരിസരത്തില്ല. സുജിത്തെ, എന്നാലും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രയധികം ജീവനില്ലാത്ത ശരീരങ്ങൾ അതെങ്ങനെ താങ്ങാൻ പറ്റി? ഈ വെള്ളാർമല സ്കൂളിന്റെ സൈഡിലേക്ക് കയറിയപ്പോഴാണ് ആദ്യമായിട്ട് മൃതദേഹം എടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരു കുരുന്ന ശരീരം ഇങ്ങനെ എടുക്കുകയാണ്. ഒരു തുടർച്ചയായിരുന്നു. പിന്നെ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ വല്ലാത്തൊരു ട്രോമയിലേക്ക് ഇങ്ങനെ മാറുമായിരുന്നു. കാരണം തല പൊളിയുന്ന വിധത്തിൽ അതിപ്പോഴും ആ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ട്. കരഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും. രാത്രികളിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. ഈ അഴുകിയ മൃതദേഹത്തിന്റെ ഗന്ധം ഇത്ര ഭീകരാണെന്നുള്ളത് മനസ്സിലാക്കിയത് ഇവിടുന്നാണ്. ഇതിന്റെ താഴെ നിന്ന് ഒരു വീടിന്റെ അരികിൽ നിന്ന് ഈ ഒരു ഭിത്തിയോട് ചേർന്ന് കിടന്നിരുന്ന മൃതദേഹം NDRF-ഉം ഫയർഫോഴ്സും കൂടിയിട്ട് എടുക്കുമ്പോൾ ഞാൻ ഉണ്ട്. ഒരു കയ്യിൽ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. ക്യാമറ ഇല്ല, യൂണിറ്റ് ഇല്ല. മൊബൈൽ ഫോണിൽ വിഷ്വൽ എടുക്കുന്നു. ഈ ഫോണിൽ ഞാൻ ടെലി കൊടുക്കുന്നു. കർച്ചീഫ് എടുത്ത് ഇങ്ങനെ അമർത്തി വെച്ച് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ എടുത്തിരുന്നത് ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സാനിറ്റൈസർ കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അത് മണക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ അങ്ങനെ അത്രയും സങ്കീർണമായിട്ടുള്ള രീതിയിൽ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കാഴ്ചകളിൽ നിന്നൊക്കെ അതൊക്കെ മോചിതനാകാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഒരു മാനസിക ആഘാതത്തിൽ നിന്ന്? എനിക്ക് ഒഴുകുന്ന പുഴയും വെള്ളച്ചാട്ടവും ഒക്കെ പ്രിയപ്പെട്ടൊരു സംഗതിയായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ളത്, നമുക്ക് എവിടെയെങ്കിലും വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാം, പുഴയിൽ പോയി കുളിക്കാം. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ പറയാറുള്ളതാണ്. എനിക്ക് ഭയം ഉണ്ട് അതിനോട്. എനിക്ക് ഭയങ്കരമായ ഭയമുണ്ട്. കാരണം ഇപ്പോൾ അത് എനിക്ക് മാറാൻ പറ്റും, എനിക്ക് മാറണല്ലോ, മാറാതെ തരമില്ലല്ലോ. കാരണം വല്ലാത്ത രീതിയിൽ ഇതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തത്തിന്റെ ഓരോ കാഴ്ചയും. ഇതിന്റെ തലേ ദിവസം മുതലുള്ള ആ കാഴ്ചകൾ, അതിലൂടെ നടത്തിയ യാത്ര, മൃതദേഹങ്ങൾ ഇങ്ങനെ വീണ്ടെടുക്കുന്നത്, കണ്ടെത്തുന്നത്, ആളുകളുടെ വിലാപം, കരച്ചിൽ, സങ്കടം, ഇതെല്ലാം ഹൃദയം തകർത്ത അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. അത് പ്രതിനിധിയാണ്. ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സർവൈവ് ചെയ്യാൻ സമയമെടുക്കും. ഈ വെള്ളാർമല സ്കൂളിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. അവിടെ സുർജിത്ത് അയ്യപ്പത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന തൊട്ട് തലേന്നാൾ അവിടെ പോയതാണ്, അവിടെ ആളുകളുമായി വെച്ചതാണ്. ആ വെള്ളാർമല സ്കൂൾ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. കളിച്ചും ചിരിച്ചും നടന്ന സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയ ഒരു പഴയ ഗാനം അത് കേൾക്കുന്നവരുടെ ഉള്ള് വല്ലാതെ ഉലയ്ക്കുകയാണ്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ചൂരൽമല സ്വദേശിയായ വാസുവിന് ഉപജീവനമാർഗമായി പെട്ടി ഓട്ടോറിക്ഷ ഇന്ന് കൊടുക്കും. അതേപോലെ 24 അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ വയനാട്ടിൽ നിന്നും ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായി സന്തോഷത്തോടെ ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. കാരണം 24 ഫ്ലവേഴ്സ് കുടുംബം വാക്കുപാലിക്കുന്നു. ഈ വയനാടിനെ ചേർത്ത് പിടിക്കാനുള്ള SKന്റെ ആഹ്വാനത്തിനൊപ്പം ശമ്പളത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചു. അതിലേറ്റവും മാതൃകാപരമായ ഇടപെടൽ നടത്തിയത് നമ്മുടെ അമേരിക്കൻ ഹെഡ് ഓഫ് ഓപ്പറേഷൻ മധു കൊട്ടാരക്കരയാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളുടെ ജീവിത മാർഗം തന്നെ അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അത് വാസുവേട്ടൻ്റെയാണ്. ഇപ്പോൾ ഈ ബജാജിൻ്റെ ഓട്ടോറിക്ഷ, ഗൂഡ്സ് ഓട്ടോറിക്ഷ നൽകുകയാണ്. മധു കൊട്ടാരക്കര നമ്മളോടൊപ്പം ചേരുകയാണ്. മാധ്യമപ്രവർത്തനത്തിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സാമൂഹ്യ ദൗത്യമാണ് മധു കൊട്ടാരക്കര എത്തിയത്. അമേരിക്കയിൽ നിന്നും ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായത്. ദീപകെ, എൻ്റെ പിതാവ് പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ വാര്യത്ത് എന്ന് പറഞ്ഞൊരു കുടുംബമായിരുന്നു സാമ്പത്തികമായിട്ട് സഹായിച്ചത്. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോടുകൂടി പാസ്സാവുകയും ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകനായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സഹായം ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുത്താൽ ഒരുപക്ഷെ ആ ഒരു ജീവിതം തന്നെ മാറിപ്പോകും. തന്നെയല്ല, ചില സഹായങ്ങൾ പരസ്യമായിട്ട് ചെയ്താലേ പലരിലൂടെ അതൊരു വലിയ സഹായമായി മാറൂ. വലിയ സഹായമാണ് വയനാടിന് ഇപ്പോൾ ആവശ്യം. വയനാട് ഇപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ വിജനമാണ്. എന്നാൽ പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണിലെ പ്രകാശം പോയിരിക്കുകയാണ്. എന്നാൽ അവരുടെ കണ്ണിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമ്മൾ അത് പൂർണ്ണമായിട്ട് ആ വാക്ക് പാലിക്കുകയാണ്.
തന്നെയല്ല SKN പറഞ്ഞൊരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കണം ഇത് തുടങ്ങേണ്ടതെന്ന് പറയും. നമ്മളെല്ലാം ശമ്പളത്തിൻ്റെ ഒരു വീതം കൊടുക്കുന്നു. അപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. പക്ഷേ നമ്മളത് മാറ്റി ചാരിറ്റി സ്റ്റാർട്ട്സ് അറ്റ് ഹോം. അത് നമ്മുടെ 24 നമുക്കത് നൽകാം. SKN ഇതൊരു ധന്യമുഹൂർത്തമാണ്. ഒരു മാധ്യമത്തിൻ്റെ 24ൻ്റെ വാക്കുപാലിക്കൽ, ആ കടമ നിറവേറ്റലാണ്. ഇത് മധു കൊട്ടാരക്കര വാസുവേട്ടന് നൽകുകയാണ്. വാസുവേട്ടൻ, ഈ സമയത്ത് അങ്ങേക്ക് എന്താണ് പറയാൻ? എനിക്ക് 24നോട് തീരാത്ത കടപ്പാടുണ്ട്. പിന്നെ എൻ്റെ ജീവിതമാർഗ്ഗം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പകർച്ച സമയമായിരുന്നു. ആ സമയത്ത് ഈ ഇങ്ങനെ ഒരു ഓട്ടോ തരാമെന്ന് പറഞ്ഞ് തീരാത്ത കടപ്പാടുണ്ട്. അതുപോലെ ഇത് നൽകുന്ന മധു കൊട്ടാരക്കര സാറിനും ഒരുപാട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പ്രകൃതി അല്പസമയം പിണങ്ങിയപ്പോഴേക്കും ജീവിതം നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഈ ഗ്രാമത്തിൽ. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നടക്കുന്ന വാസുവേട്ടനെ പോലുള്ള പല ആൾക്കാരും. നമുക്ക് കേരളത്തിന് എന്തെങ്കിലും മടക്കി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ സമയം. വയനാടിനെ തിരിച്ചു പിടിക്കണം. ഇതുപോലെയുള്ള ജീവിതങ്ങളെ നമുക്ക് മടക്കി കൊണ്ടുവരണം. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ മധുരം പകർന്നു നൽകാനായി തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിലൊരക്ഷര കൂടാ